രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ പരാതി നൽകിയ ആ പരാതിക്കാരി ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പരാതിക്കാരിയുടെ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് ആ കേസിൽ ജാമ്യം ലഭിച്ചാലും അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്, കുറ്റപത്രം സമർപ്പിക്കപ്പെടേണ്ടതുണ്ട്, അതുപോലെ വിചാരണകളും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ റിപ്പോർട്ടർ ടി വിയിൽ വന്ന ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിലേറെ തവണ പീഡിപ്പിച്ചു. അപ്പോൾ ആദ്യം കയറ്റിയപ്പോൾ ശരിയായില്ല, ആദ്യം കയറ്റിയപ്പോൾ ജി സ്പോട്ടിലേക്ക് എത്തിയില്ല, അതുകൊണ്ട് രണ്ടാമതും പീഡിപ്പിക്കാൻ നിന്നുകൊടുത്തു. അതല്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ? ഒന്നില്ലെങ്കിൽ പോയി പീഡിപ്പിക്കാൻ നിന്നുകൊടുത്തു, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കെട്ടിയിട്ട് കൈയും കാലുമൊക്കെ ബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇങ്ങനെ ആവണമല്ലോ. ഈ രണ്ടാമതും പീഡനം നടക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് പോയി പീഡിപ്പിക്കാൻ നിന്നു കൊടുക്കണം, അതല്ലെങ്കിൽ ഈ പറയുന്ന ആദ്യം കയറ്റിയത് ശരിയായില്ല, അതുകൊണ്ട് രണ്ടാമത് കയറ്റാൻ വേണ്ടി നിന്നു കൊടുക്കണം, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തട്ടിക്കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ കൈകാലുകൾ ബന്ധിച്ച് തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല ഗോഡൗണിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിക്കണം. ഇങ്ങനെയാണല്ലോ രണ്ടാമത് പീഡനം നടക്കുക. അതല്ലാതെ എങ്ങനെയാണ് രണ്ടാമത് പീഡനം നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു തവണ പീഡിപ്പിച്ചു, പീഡനത്തിന് വിധേയായി എന്ന് വെക്കുക, എന്നൊരു വാദത്തിന് അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. എന്നാൽ ആ വ്യക്തി രണ്ടാമതെങ്ങനെയാണ് അയാളിലേക്കോ അല്ലെങ്കിൽ അയാൾ മറ്റാളിലേക്കോ എങ്ങനെയാണ് എത്തുന്നത്? കാരണം ഇവരാരും ഒരു വീട്ടിൽ താമസിക്കുന്നവരോ ഒരു നാട്ടിൽ താമസിക്കുന്നവരോ ഒന്നുമല്ല, പലയിടങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വ്യക്തിയിലേക്ക് എങ്ങനെയാണ് ഈ രണ്ടാമത് വ്യക്തിയോ രണ്ടാളുണ്ടല്ലോ ഒരു പീഡനത്തിൽ, ഈ രണ്ടാളും ഒരു പോയിന്റിലേക്ക് എങ്ങനെ എത്തുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ പോയി പീഡിപ്പിക്കാൻ നിന്നു കൊടുത്തു, അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം കൈകാലുകൾ ബന്ധിച്ച് വായൊക്കെ മൂടിക്കെട്ടി തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഇങ്ങനെ ആയിരിക്കണമല്ലോ കാര്യങ്ങൾ. എന്താണെങ്കിലും ഈ പരാതി നമ്മൾ ഈ പറഞ്ഞ പരാതി, ആ പരാതി KPCC പ്രസിഡന്റിന് പരാതിയായിട്ട് വന്ന പരാതിയാണ്. ആ പരാതിയിൽ അന്ന് പറഞ്ഞത് എന്താ? താൻ പീഡിപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് എന്ത് വേണം? തനിക്ക് നീതി വേണമെന്നല്ല, പാർട്ടി നടപടിയെടുക്കണം. ആയിരുന്നു ആവശ്യം. പക്ഷേ KPCC പ്രസിഡന്റ് എന്താക്കി? പാർട്ടിയല്ല നടപടിയെടുക്കേണ്ടത്, നേരെ ആരുടെ മുമ്പിലേക്ക്? മുഖ്യമന്ത്രിയുടെ DGPയുടെ മുമ്പിലേക്ക് പരാതി കൈമാറി. ഈ പരാതിയാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത് സെഷൻസ് കോടതി. മനസ്സിലായില്ലേ? ആ സെഷൻസ് കോടതി അന്ന് പല ചോദ്യങ്ങളും ചോദിച്ച് ഈ പരാതിയുടെ നിലനിൽപ്പ് തന്നെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയ പരാതിയാണ് ഇത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യമേ, ഈ ഒരു അന്വേഷണം, പരാതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ അന്വേഷണം ഉണ്ടാവണം, കുറ്റപത്രം സമർപ്പിക്കപ്പെടണം, വാദങ്ങളും പ്രതിവാദങ്ങളും വിചാരണകളും ഒക്കെ നടക്കണം, എന്നിട്ട് പിന്നെ കോടതി പറയും. അങ്ങനെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലെ കോടതി ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയ പരാതിയാണ് ഇപ്പോൾ മൊഴി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ആഘോഷിക്കാനൊന്നുമില്ല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ 2 ദിവസം ചോദ്യം ചെയ്തു, ഇന്ന് 3-ാമത്തെ ദിവസമാണ്. 3 ദിവസമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും വിശദാംശങ്ങൾ വരുന്നുണ്ടോ? എവിടെയെങ്കിലും പുറത്ത് വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. അതിലിപ്പോൾ വന്നിരിക്കുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടം കാറ് മാറി വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വൈദ്യപരിശോധന നടത്തി, രാഹുൽ മാങ്കൂട്ടം വൈകുന്നേരം വീട്ടിലേക്ക് പോകാം, രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമുള്ളത് കൊണ്ട് ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളല്ലാണ്ട് ഈ ചോദ്യം ചെയ്യലിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? വരുന്നില്ലല്ലോ. അതെന്തുകൊണ്ടാണ്? നിങ്ങളത് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ 1ആവട്ടെ 2ാമത്തെ 3ആവട്ടെ ഏത് പരാതികളാണെങ്കിലും വന്നപ്പോൾ ഈ പരാതികളിൽ എന്താണ് പറയുന്നത് എന്ന് മാത്രമല്ല, ആ പരാതികൾ പറയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി പൊടിപ്പും തുങ്ങലുമൊക്കെ വെച്ചുകൊണ്ട് അതിനെ പർവ്വതീകരിച്ച് രാഹുലിനെ ക്രൂരനാക്കി ചർച്ച ചെയ്ത 24 അവേഴ്സും ചർച്ചകൾ നടത്തിയ കേരളത്തിലെ മാധ്യമങ്ങൾ
ഈ ചോദ്യം ചെയ്യലിനെ കുറിച്ച് മിണ്ടുന്നില്ല. എന്താ പ്രശ്നം? ചോദ്യം ചെയ്യലിനെ കുറിച്ച് എന്തെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത്? ഈ രാഹുൽ ക്രൂരനാണ്, അയാൾ ലൈംഗിക വൈകൃതമുള്ളവനാണ്, അയാൾ ഭൂലോക ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ രാഹുൽ നിരപരാധിയാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ പരാതി വ്യാജമാണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയേണ്ടി വരും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ചകളേ ഇല്ല. അതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? പരാതിക്കാരിയുടെ പരാതി അല്ലെങ്കിൽ പരാതിക്കാരിയുടെ മൊഴി, പരാതിക്കാരി പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കൃത്യമായി പറഞ്ഞ ആളുകൾ ഇപ്പോൾ രാഹുലിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാഹുലിൻ്റെ മൊഴിയാണല്ലോ. ആ മൊഴിയെക്കുറിച്ച് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാളുടെ, ഇതിപ്പോൾ ടെക്നിക്കൽ ടൈം ആയതുകൊണ്ട് ഒരാളുടേത് മൊഴിയും മറ്റൊരാളുടേത് ചോദ്യം ചെയ്യലുമാണ് എന്ന് മാത്രം. ഒരു കേസിൽ ഇപ്പോൾ ബലാത്സംഗം എന്നുള്ളൊരു പരാതിയിൽ പരാതിക്കാരിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് അത് ടെക്നിക്കലി പറയുന്നു നമ്മൾ മൊഴിയെന്ന് പറഞ്ഞാൽ പരാതിക്കാരിയുടെ ഭാഗം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടികളാണ് അയാളുടെ മൊഴി. അതിന് നമ്മൾ ടെക്നിക്കലി മൊഴിയെന്ന് പറയില്ല, ശരിയാണ്. പക്ഷേ അത് അയാളുടെ ഭാഗമാണല്ലോ. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഇവിടെ എന്താണ് നമ്മൾ ഇത്ര ദിവസം കേട്ടുകൊണ്ടിരുന്നത്? പരാതി വന്നപ്പോൾ പരാതിക്കാരിയുടെ ഭാഗം കേട്ടു. ഇനി രാഹുലിനെ ചോദ്യം ചെയ്യുമ്പോൾ രാഹുലിൻ്റെ ഭാഗം കേൾക്കണമല്ലോ, അത് ചർച്ച ചെയ്യണമല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തണമല്ലോ. അതല്ലേ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അത് കാണില്ല എന്നുള്ളതാ. അതാണ് ഈ അജണ്ട എന്ന് പറയുന്നത്. അതാണ് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന. കാരണം എന്താ? ഇപ്പോൾ പരാതിക്കാരിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ രാഹുലിനെതിരെ ആരോപിച്ചിരിക്കുന്ന, പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. ഇനി അതിന് രാഹുലിന് എന്താണ് മറുപടി, രാഹുൽ എന്താണ് പറയാനുണ്ടായിരുന്നത് എന്നത് വളരെ കൃത്യമായിട്ട് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പറയുമ്പോൾ അത് നമ്മളിലേക്ക് എത്തില്ല. കാരണം എന്താ? അതെത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും വ്യാജമാണെന്ന് വരും. അങ്ങനെയാണത് വരിക. അപ്പോൾ കാരണം എന്താ? ഇപ്പോൾ ഓൾറെഡി അന്വേഷണ ഉദ്യോഗസ്ഥർ 3 ദിവസം, 3-ാമത്തെ ദിവസം ഇന്ന് ചോദ്യം ചെയ്യുക. ഇത്ര 3 ദിവസം കൊണ്ട് ഒന്നും കണ്ടെത്താൻ കഴിയാതെ ആകെ കുഴങ്ങി വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പം അത് ചർച്ച ചെയ്യാൻ ആളുകളില്ല. മറിച്ച് ഇപ്പം എന്താ ചെയ്യുന്നത്? 2ാമത്തെ പരാതിക്കാരി മൊഴി കൊടുത്തു, അതിൽ 2ാം തവണയും പീഡിപ്പിച്ചു. അരെ വാ, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം കയറ്റിയപ്പോൾ ജി സ്പോട്ടിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ ആദ്യം കയറ്റിയപ്പോൾ ശരിയായില്ല, അതുകൊണ്ട് 2ാമതും കയറ്റാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ എന്ത് പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ കൃത്യമായ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അജണ്ടകൾ നിർണയിച്ചുള്ള ഗൂഢാലോചനകൾ. അതാണ് നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിലൂടെ കണ്ടത്. ആ അജണ്ടകൾ കണ്ടതുകൊണ്ടാണ്. അജണ്ടകൾ എന്താണ്? ഒരു ഭാഗം മാത്രം പറയാ, രാഹുലിൻ്റെ ഭാഗം പറയില്ല. എന്തുകൊണ്ടങ്ങനെ? എന്തൊരു കാര്യത്തിലും അതിനൊരു 2 വശം ഉണ്ടല്ലോ. ഈ ലോകത്ത് നടക്കുന്ന എന്ത് സംഭവത്തിലും ഏതിലാ 2 വശം ഇല്ലാത്തത്? അപ്പോൾ ഈ 2ാമത് ഭാഗം കേൾക്കാത്തത് എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് പറയാൻ തയ്യാറാവുന്നില്ല ആളുകൾ, മാധ്യമങ്ങൾ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പരാതിക്കാരിയുടെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളും പറയാൻ പാടില്ലായിരുന്നു, അല്ലേ? അവിടെയാണ് ഈ പറയുന്ന ഗൂഢാലോചന. ആ ഗൂഢാലോചനയാണ് ഒരാളുടെ ഭാഗം മാത്രം പറയുക, രാഹുലിനെ ക്രൂരനാക്കുക, അയാളെ ലൈംഗിക വൈകൃതമുള്ളവനാക്കുക, അയാളെ ക്രിമിനലാക്കുക, അയാളെ കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുക എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ പറയുന്നത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് വൻ കുരുക്ക്, രാഹുൽ മാങ്കൂട്ടം പ്രതിസന്ധിയിൽ, രഹസ്യമൊഴി നൽകി. എന്നിട്ട് എന്താ? രാഹുലിനെ മൂക്കിലോട്ട് വലിക്കുമോ? അല്ലെങ്കിൽ രാഹുലിനെ നാളെ തന്നെ തൂക്കിക്കൊല്ലുവോ? ചെയ്യുക? എന്താ ചെയ്യാൻ പോണത്? എന്താ രാഹുലിന് പ്രതിസന്ധി? അയാൾക്കൊരു പ്രതിസന്ധിയും ഇല്ല. കേസന്വേഷണം ഇനി അങ്ങനെ ഒരു ഭാഗത്ത് നടക്കും. അതിനപ്പുറം അയാൾക്ക് എന്ത് പ്രതിസന്ധിയാണ്? ഒരു പ്രതിസന്ധിയും ഇല്ല. ഇനിയിപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യലും കൂടി കഴിഞ്ഞാൽ അയാൾ ടോട്ടലി ഫ്രീ ആണ് ആ മനുഷ്യൻ. പിന്നെ എന്ത് പ്രതിസന്ധി? പിന്നെ പോലീസ് അന്വേഷിക്കും, പോലീസിൻ്റെതായ അന്വേഷണം നടത്തും. എന്നിട്ട് പോലീസ് ഒരു കുറ്റപത്രം സമർപ്പിക്കും കോടതിയിൽ. ഈ പോലീസ് സമർപ്പിക്കുന്ന കുറ്റപത്രം കോടതി അംഗീകരിക്കണം, അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. ഈ കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിചാരണകളുണ്ട്, വാദങ്ങളുണ്ട്, പ്രതിവാദങ്ങളുണ്ട്, അതൊക്കെയുണ്ട്.
അപ്പോൾ ഈ പറയുന്ന കുറ്റപത്രം, പിന്നെ ആ കുറ്റപത്രത്തിൽ പറഞ്ഞ കാര്യം, പോലീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യം ശരിയാണോ അല്ലേ എന്നുള്ളത് കോടതി തീരുമാനിക്കും. കാരണം എന്താ, അവിടെ രാഹുലിൻ്റെ ഭാഗം കോടതി, അതാണ് കോടതിയാണ് നീതിപൂർവമായ നിലപാടെടുക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം എന്താ, കോടതിയിൽ മാത്രമേ ഈ രണ്ട് ഭാഗവും കേൾക്കുന്നുള്ളൂ. മാധ്യമങ്ങൾ അതിന് തയ്യാറില്ല. മാധ്യമങ്ങൾ അത് ചെയ്യേണ്ടതാണ്. ധാർമ്മികത എന്നൊന്ന് പറയുന്നുണ്ടെങ്കിൽ, വാർത്താ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ അവർ ഈ രണ്ട് ഭാഗവും പറയേണ്ടതുണ്ട്. പക്ഷെ അത് ചെയ്യില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്വേഷണം അങ്ങനെ നടക്കും. ഇപ്പോൾ ഇന്നത്തെ ഈ പറയുന്ന ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞാൽ അയാൾ ടോട്ടലി ഫ്രീ ആയിട്ട് അയാൾ പാറിപ്പറന്ന് നടക്കും എന്നുള്ളതാ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ പ്രതിസന്ധിയോ, മൊഴി കൊടുത്തോ മൊഴി കൊടുത്തില്ല, അല്ലെങ്കിൽ മൊഴി കൊടുക്കുമ്പോൾ എന്ത് പറഞ്ഞു എന്നോ, അല്ലെങ്കിൽ മൊഴി കൊടുക്കുമ്പോൾ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിന്നോ, ഇതൊന്നൊരു വിഷയമല്ല. ഇത് ഉറച്ചാണോ അല്ലെങ്കിൽ ഇളകിയാണോ നിൽക്കുന്നത് എന്നൊക്കെ കോടതിയാണ് തീരുമാനിക്കുക. കാരണം എന്താ, കോടതി രണ്ടാളെയും കേൾക്കും, ഒരാളെ മാത്രമല്ല കോടതി കേൾക്കുന്നത്.